പ്രേതത്തിനോട് നിനക്ക് സ്നേഹമില്ല? ഇത്രയും ചോര കുടിച്ച് കളക്കല്ലേ അപ്പൊ എന്റെ മൊത്തം നിന്നാലോ? അത് പിന്നെ മനുഷ്യനാണ് ഞാനേ എന്താ ഈ പ്രതിമേനെ ഡിസപ്പിയർ ആക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. എന്റെ പൊന്നു ഷൈനി, നിന്റെ സ്വഭാവം ഇതുവരെ മാറിയില്ലേ? ഈ അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിൽ ഒളിഞ്ഞു നോക്കന്നെയാണല്ലേ നിന്റെ പരിപാടി? പിന്നെ അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയണ്ടേ നമുക്ക്? പിള്ളേരിത് ഇവിടെ പോയത് എന്തൊരു കഷ്ടാണ്. ഒരെണ്ണത്തിന് നോക്കിയാ കാണും. ആ നമസ്കാരം. ഞാൻ ഈ ബോക്സിംഗ് പ്രാക്ടീസ് ഒന്നും ചെയ്യാതെ എന്താണ് ഇവിടെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നതെന്നല്ലേ നിങ്ങളിപ്പോ വിചാരിക്കുന്നത്? എൻ്റെ കൂടെയുള്ള ഒരു 4 പേരുണ്ട്. ഒരു സ്ഥലത്ത് നോക്കിയാ കാണൂല. അപ്പൊ എൻ്റെ കൂടെ വാ, നമുക്ക് ഒന്നിച്ച് അവരെ പോയി തപ്പാം. ഓക്കെ അല്ലേ? ആളെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഒരാള്. എന്താണ്? എന്റെ പൊന്നു ഷൈനി, നിന്റെ സ്വഭാവം ഇതുവരെ മാറിയില്ലേ? ഈ അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിൽ ഒളിഞ്ഞു നോക്കന്നെയാണല്ലേ നിന്റെ പരിപാടി? പിന്നെ അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയണ്ടേ നമുക്ക്? എന്ത് വൃത്തിയുടെ സ്വഭാവമാണ്. വൃത്തിയല്ല, അവിടെ എന്തൊക്കെ നടക്കുന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. ഞാൻ ഒരു കാര്യം നിന്റെ അടുത്ത് ചോദിച്ചോട്ടെ? ചോദിക്കേ. ഭയങ്കര വലിയ CBI ആണ്. CBI അല്ല, CID. ആയിക്കോട്ടെ, CDI എന്തായിരുന്നു? CID ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നീ ഇതുവരെ ഏതെങ്കിലും ഒരു നല്ല റെലവന്റ് ആയിട്ടുള്ള ഒരു കേസ് ഇതുവരെ നീ തെളിയിച്ചിട്ടുണ്ടോ? തെളിയിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാ ഞാൻ ഇങ്ങനെ നിരീക്ഷിച്ചോണ്ടിരിക്കുന്നതേ ഉള്ളൂ, ആയിട്ടില്ലല്ലോ. നീ ഇത് തീരുമ്പോഴേക്കും വഴിയെ ഞാൻ എല്ലാം കണ്ടുപിടിക്കും. ആയിക്കോട്ടെ, ആ ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അത്ര കാര്യം ഞാൻ ചോദിച്ചോട്ടെ? നിന്റെ ശരിക്കുള്ള ക്യാരക്ടർ ഇതുപോലെ ആണോടെ? നീ നിന്റെ സ്വന്തം വീട്ടിൽ നിന്ന് അപ്പുറത്തെ വീട്ടിലേക്ക് അങ്ങനെയല്ല, ഞാൻ അങ്ങനെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെടുന്ന മറ്റേ ക്യാരക്ടർ പിടിച്ചിരിക്കുന്ന ആളാണ്. ക്യാരക്ടർ മാത്രമേ ഈ പരിപാടിയുള്ളൂ, നോക്കുന്ന പരിപാടി, അല്ലാതെ റിയൽ ലൈഫിൽ ഇല്ല. വിശ്വസിച്ചോട്ടെ? ഉറപ്പായിട്ടും. ശരി, ഞാൻ ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ? ഇപ്പൊ നമ്മള് റോസ്മേരി ഹോസ്റ്റലിലാണല്ലോ നിൽക്കുന്നത്. നിനക്ക് അവിടുത്തെ വാർഡനെ പേടിയുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല. ഉറപ്പാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കില് നമ്മുടെ വാർഡന്റെ പാസ്റ്റ് നീ കണ്ടുപിടിക്കുന്നില്ല. നിനക്ക് എത്രയോ ചാൻസസ് ഉണ്ടായിരുന്നു. നിനക്ക് പറ്റില്ല. ഇതിനെ കൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ നിനക്ക് മാത്രമേ പറ്റൂ. അത്രേ ഉള്ളു. നമ്മള് കണ്ടുപിടിക്കും. ചുരണ്ടി എടുക്കാത്തെ? വഴിയെ പോകുമ്പോ ചുരണ്ടി എടുക്കാൻ സമയമുണ്ടല്ലോ. അതിനു മുന്നേ ഈ ഹോസ്റ്റലല്ലേ നമുക്ക് ആവശ്യം. ഈ ഹോസ്റ്റലിൽ കുറെ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ടല്ലേ? നമ്മൾ ഈ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് നമ്മുടെ ഷൈനി എന്ന ക്യാരക്ടർ മിക്കവാറും കണ്ടുപിടിക്കുമായിരിക്കും എന്നാണ് ഇവള് പറയുന്നത്. അപ്പൊ പിന്നെ മോളുടെ പരിപാടി നടക്കട്ടെ, ഞാൻ ഇന്ററപ്റ്റ് ചെയ്യുന്നില്ല. ബാക്കി എന്നാ അവിടെ എന്താ നടക്കണെന്ന് കണ്ടുപിടിച്ചിട്ട് വരാം. മേഘ, എന്റെ പൊന്നെ, എനിക്കത് വേണ്ട. നീ ഇത് ഇന്നോ? ഞാൻ കഴിച്ചിട്ടാ വന്നേ. നിനക്ക് എപ്പോഴും ഇത് തന്നെയല്ലേ പരിപാടി? നമ്മൾ നിൽക്കുന്ന റോസ്മേരി ഹോസ്റ്റലിലെ കുറച്ച് പ്രേതശല്യം ഉണ്ടെന്ന് നിനക്കറിയില്ലേ? അറിയാം. പ്രേതത്തിന് നിനക്ക് പേടിയുണ്ടോ? ഉണ്ട്. ഇപ്പൊ ഒരു പ്രേതം വന്ന് നിന്റെ മുമ്പിൽ ഇങ്ങനെ നിക്കാം. അപ്പൊ നീ ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചോ? അപ്പൊ നീ പ്രേതത്തിന് ഈ ഫുഡ് ഷെയർ ചെയ്യോ അതോ നീ പേടിച്ച് പിന്മാറോ? ഫുഡ് എന്തായാലും കൊടുക്കുന്ന പരിപാടിയില്ല. പക്ഷെ നീ എല്ലാവർക്കും ഇപ്പൊ ACPക്കൊക്കെ നീ ഫുഡ് ഷെയർ ചെയ്യണ്ടാവില്ല? വേണോന്ന് വെച്ചിട്ട്. അത് സ്നേഹം കൊണ്ടാ. പ്രേതത്തിനോട് നിനക്ക് സ്നേഹമില്ല? ഇത്രയും ചോര കുടിച്ച് കളക്കല്ലേ അപ്പൊ എന്റെ മൊത്തം നിന്നാലോ? അത് പിന്നെ മനുഷ്യനാണ് ശരിയാ പോയിന്റ്. നമ്മൾ ജീവിക്കുന്നതിന് എന്തിനാ? ഭക്ഷണം കഴിക്കാനല്ലേ. അപ്പൊ എന്റെ മെയിൻ പ്രശ്നം വിശപ്പാണ്. എനിക്കിങ്ങനെ ഭക്ഷണം ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ നിന്റെ സൂപ്പർ പവർ എന്ന് പറയുന്നത് വിശപ്പാണ്. വിശപ്പിന് വേണ്ടി നീ എന്തും ചെയ്യും അല്ലേ? എന്തും ചെയ്യും. അപ്പൊ ഞാൻ നിന്റെ അടുത്ത് വേറൊരു കാര്യം ചോദിക്കാം. നിനക്ക് വാർഡനെ പേടിയുണ്ടോ? നമ്മളെ വാർഡനെ ഉണ്ട്, നല്ല പേടിയുണ്ട് അല്ലേ? അപ്പൊ നീ വാർഡന്റെ നമ്മുടെ മെസ്സിന്ന്, നമ്മുടെ ഈ റോസ്മേരി ഹോസ്റ്റലിന്റെ മെസ്സിന്ന് നീ ഫുഡ് അടിച്ചു മാറ്റോ? അതിനുള്ള ധൈര്യം നിനക്ക് ഉണ്ടോ? ഫുഡിന് വേണ്ടിയല്ലേ? മന്ദാകിനി ചേച്ചി ഫുൾ ടൈം അവിടെയാ കിടത്തും. എന്നിട്ട് നീ ഫുഡ് അടിച്ചു മാറ്റും. റിയൽ ലൈഫിൽ നീ ഇതുപോലെ ഫുഡ് ചെയ്യണോ? ആയിരുന്നു, പക്ഷെ ഇപ്പല്ല. ഇപ്പൊ ക്യാരക്ടറിന് വേണ്ടി ഭക്ഷണം കഴിച്ച് ഇതിപ്പോ ഒരു ശീലമാവുന്നുണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. ഒരു ഡാൻസർ ആയതുകൊണ്ട് അങ്ങനെ
ഞാനൊരു ട്രെയിൻഡ് ക്ലാസിക്കൽ ഡാൻസർ ആണ്. ക്ലാസിക്കൽ ഡാൻസർ. അപ്പൊ പിന്നെ ഇവക്ക് എത്ര വേണമെങ്കിലും തിന്നാം, എവിടെ അത് ഏൽക്കാൻ പോകുന്നില്ല. സ്ഥിരമായിട്ട് നമ്മൾ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് സുന്ദരിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ മേഘ ക്യാരക്ടർ. അനന്യ എന്താ ചെയ്തോണ്ടിരിക്കണേ? ഞാനേ എന്താ ഈ പ്രതിമേനെ ഡിസപ്പിയർ ആക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. ശരിയാവള്ള അങ്ങോട്ടൊരു ഈ പ്രതിമേനെ. ഇതിപ്പോ എത്ര ദിവസം കൊണ്ടാ മോൾ ഇത് ചെയ്തോണ്ടിരിക്കണേ? ഇത് ഇന്നത്തേക്ക് ഇപ്പൊ ഒരു 8 ദിവസമായി കാണും. പക്ഷെ അങ്ങോട്ട് ശരിയാവള്ള എന്റെ സ്കിൽ അങ്ങോട്ട് വരുന്നില്ല. ഇതിപ്പോ പ്രതിമ ഡിസപ്പിയർ ആവുമോ ഇനി? പിന്നെ ഈ നമ്മുടെ വാർഡനില്ലേ, ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ പുള്ളിക്കാരത്തി? ഇവിടെ ഉണ്ടോ? ഇപ്പൊ തന്നെ പേടിച്ച്. അപ്പൊ എന്റെ ക്വസ്റ്റ്യന് യാതൊരു പ്രസക്തിയും ഇല്ലല്ലോ. നീ ചോദിക്കും. ശരി, വാർഡൻ എന്തെങ്കിലും ട്രിക്ക് കാണിക്കാറുണ്ടോ വാർഡന്റെ മുന്നില്? അല്ലെങ്കിൽ വാർഡനെ ഡിസപ്പിയർ ചെയ്യാൻ പറ്റുമോ നിനക്ക്? അതിനുള്ള ധൈര്യം ഒക്കെ ഉണ്ടോ? അവന്റെ അടുത്ത് നമുക്ക് ഇറക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താണെന്നറിയോ, പുള്ളിക്കാരി ഭയങ്കര ഷാർപ്പാ, പിടിക്കും. നമ്മളിങ്ങനെ ഒരു മാജിക് ട്രിക്ക് ഒക്കെ ചെയ്ത് പുള്ളിക്കാരത്തെ നമ്മൾ അതിലോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും പുള്ളിക്കാരി അങ്ങ് മാറും. ഭയങ്കര കണ്ണിങ് ആണ്, ക്ലവർ ആണ്, നമ്മളെ പിടിച്ചോളയും. ഏറ്റവും കൂടുതൽ അനന്യയുടെ മാജിക് ട്രിക്സിൽ ആരാണ് വീഴുന്നത്? മേഘ. അവള് മൂക്കം കുത്തി വീഴും. ഒരു കല്ലെടുത്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് അത് ബർഗറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് തിന്നു കളയും സാധനം. അതാണ് പ്രശ്നം. സോ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഐ തിങ്ക് ഇറ്റ്സ് ഫൺ ഓൾസോ അല്ലേ, അവളെ പറ്റിക്കാനും ഫണ്ണാണ്. പിന്നെ ഷൈനിനൊക്കെ ചോദിച്ചാൽ പിന്നെ അവള് 100 ചോദ്യം. അതെന്താ അങ്ങനെ പോയി, അതൊന്നും ഇങ്ങനെ അതൊന്നും കാണിക്കാതിരിക്കുന്ന. ഇവളുടെ അടുത്ത് പോയി ഇവളെന്നെ ഇടിക്കും. അതൊന്നും ഞാൻ ചെയ്യാറില്ല. പിന്നെ വൃന്ദയുടെ അടുത്ത് അങ്ങനെ മാജിക് ട്രിക്സ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തൊക്കെ അവൾ ഓൾറെഡി വരും. അപ്പൊ അവൾക്ക് ഷീ നോസ് ദ ട്രിക്സ് ആൻഡ് എവറിഥിങ്. അപ്പൊ പിന്നെ അവളുടെ അടുത്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പൊ ഐ തിങ്ക് മേഘ തന്നെയാണ് ഏറ്റവും. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം എല്ലാവരുടെ ഇടയിൽ കിടന്ന് ഞാൻ അവളുടെ ഒരു ചമ്മിയ ലുക്ക്. ടെൽ മീ യു ആർ പ്രൗഡ് ഓഫ് മീ. ഞാൻ എന്തോരം പരിപാടികൾ ചെയ്യുന്നുണ്ട്. എന്തോരം പരിപാടികൾ ഇനിയും പ്രേക്ഷകർ കാണാനിരിക്കുന്നുണ്ട്. വെയിറ്റ് ആൻഡ് വാച്ച് അല്ലേ? ആബ്സല്യൂട്ട്ലി. എല്ലാവരും ഇൻഡിപെൻഡന്റ് ആയിട്ട് നിങ്ങൾക്ക് അത്രയും ഒരു എന്താ പറയുന്ന ഒരു വിഷ്വൽ ട്രീറ്റ് പോലത്തെ ഒരു സംഗതിയാണ് ഞങ്ങൾ റെഡി ആക്കിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ ഇഷ്ടപ്പെടും അല്ലേ? അപ്പൊ എന്റെ പൊന്നുമോൾ എന്താണ് ചെയ്തോണ്ടിരുന്നത് അത് തന്നെ ചെയ്തോ. വേഗം അങ്ങോട്ട് ഡിസപ്പിയർ ആക്കി. എന്നെ വിളിച്ചേ. ഇനി നീ ഒന്ന് രണ്ടുപേരും കൂടെ ഉണ്ട്, ഒന്ന് പോയി മാജിക് പിന്നെ ചെയ്യുന്ന എന്തോരം സമയം കിടക്കുന്നു. ഇതുകൊണ്ടല്ലേ സ്കിൽസ് ഒക്കെ സെറ്റ് ആവാത്ത.